പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ വാർത്തയിൽ കാണുകയുണ്ടായി, നടൻ കുഞ്ചാക്കോ ബോബൻ ഒരു സ്കൂളിലെ പ്രോഗ്രാമിന് ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, എന്താണ് സ്കൂളുകളിലാണ് നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലാതെ ജയിലിലല്ല. അതേസമയം മന്ത്രി അതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യാവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, നടൻ മനസ്സിലാക്കിയതിനകത്തൊരു തെറ്റിദ്ധാരണ ഉടലെടുക്കുന്നുണ്ട്. നല്ല ഒരു ഭക്ഷണ മെനു തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പ്രധാന അധ്യാപകരുടെ ചുമതലയിൽ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. അത് എല്ലാ സ്കൂളുകളിലും നടപ്പിലാകാൻ വേണ്ടി എല്ലാ മാനേജ്മെൻറ്റും PTA-യും കൂടി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നാം കാണുന്നുണ്ട്, നാം അറിയുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സതുദ്ദേശത്തോട് പറഞ്ഞ കാര്യം തെറ്റായ സന്ദേശം നൽകുന്ന രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് സന്ദർശനം നടത്താൻ കുഞ്ചാക്കോ ബോബൻ ചാക്കോച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മന്ത്രി പറഞ്ഞു, ഞാനും വരാം, കുട്ടികൾക്കും സന്തോഷമാവും, കുഞ്ഞുങ്ങൾക്കൊപ്പം ഭക്ഷണവും കഴിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനുവും രുചിയും അറിയുകയും ചെയ്യാമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിലെ തടവുകാരാണ് കഴിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മാറ്റം വരേണ്ടത് ഉണ്ടെന്നുമായിരുന്നു നടൻ കുഞ്ചാക്കോ ബോബൻ്റെ പ്രതികരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജയിലിൽ കുറ്റവാളികൾ ഭക്ഷണം കഴിക്കുന്നതും വിദ്യാലയത്തിൽ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരു ആവശ്യം നടനുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ പണ്ട് തൊട്ടേ നല്ല ഫുഡിനുള്ള മെനു കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ട് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വീണ്ടും ഊർജ്ജസ്വലമായി നല്ല പദ്ധതികൾ, ബിരിയാണി, പുലാവ്, അങ്ങനെ സ്കൂളുകളിൽ ഭക്ഷണക്രമത്തിൽ, മെനുവിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അത് വളരെ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ജയിലുകളിൽ അവർ കുറ്റവാളികളാണ് എങ്കിലും അവർക്ക് പരിഗണനയ്ക്ക് ഒരു കുറവുമില്ല. അതുമാത്രമല്ല, ജയിലുകളിൽ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ചുമതല സർക്കാരിനുണ്ട്. അവരത് ചെയ്യുന്നുമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അവിടെയുള്ള പ്രതികൾ ചിലപ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മാത്രം.